ദുരന്തബാധിത മേഖലയിൽ തിരച്ചിൽ 9ാം ദിനവും തുടരുകയാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും മൊറട്ടോറിയം നൽകണമെന്ന് സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് വാടക വീടുകൾ എത്രയും വേഗം കണ്ടെത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ക്യാമ്പുകളിൽ നിന്ന് ദുരന്തഭൂമിയിലേക്കുള്ള മനുഷ്യർ വിങ്ങിപ്പൊട്ടുകയാണ്. വിപിൻ സി വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അങ്ങനെ സർക്കാർ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, ഇടപെടലുകൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, ഈ തിരച്ചിൽ അതിൻ്റെ 9ാമത്തെ ദിവസവും അവസാനിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും ഈ പുഞ്ചിരിമറ്റം, അതുപോലെ തന്നെ ഈ ചൂരൽമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലായിരുന്നു ഇന്നത്തെ തിരച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ വെയിൽ വന്നതുകൊണ്ട് തന്നെ ഏകദേശം ഈ ചളി ഒന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ മൃതശരീരങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെയൊക്കെയുള്ളൊരു തിരച്ചിൽ ഇന്ന് 2ാം തവണയും ഇന്ന് നടന്നു. പക്ഷേ ഒന്നും തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ക്യാമ്പുകളിൽ 32 ക്യാമ്പുകളാണ് ഈ കൽപ്പറ്റ പ്രദേശത്ത് മാത്രം നിലവിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എത്രയും വേഗം അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് വീടുകൾക്കാണ്. 150ലേറെ വീടുകൾ പ്രാഥമികമായി തന്നെ ചെറിയൊരു പ്രദേശത്ത് പോലും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ ഏറ്റവും പ്രധാനമായും നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാടക വീടുകളിലേക്ക് പോകാം. അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾ, PWയുടെ ക്വാർട്ടേഴ്സുകൾ ഏറ്റവും വേഗം സജ്ജീകരിക്കുമെന്നുള്ള ഉറപ്പ് ഇന്നലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയിരുന്നു. ഇതിലേക്കൊക്കെ സർക്കാർ അതിവേഗത്തിൽ കടക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഉപസമിതിയുടെ ഒരു കളക്ടറേറ്റിൽ നടക്കുന്ന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഈ മഹാദുരന്തത്തിന്റെ 9ാമത്തെ ദിവസവും ഇന്ന് തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഉന്മേഷ്, ശരി. വിപിൻ സി വിജയനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.